ഇനി അടുത്ത് തരുണാസ്ഥികൾ. അസ്ഥികളെ പോലെ തന്നെ ശരീരത്തിന് താങ്ങും ബലവും നൽകുന്ന വളരെയധികം വഴക്കമുള്ള ഭാഗങ്ങളാണ് തരുണാസ്ഥികൾ. ഇവ എല്ലുകളേക്കാൾ മൃദുവാണ്. മനുഷ്യ ശരീരത്തിലും മറ്റു ജന്തു ശരീരത്തിലും ഇത് കാണപ്പെടുന്നു. പ്രധാനമായും തരുണാസ്ഥികൾ ചെവി, മൂക്ക്, കൈമുട്ട്, കാൽമുട്ട്, കണങ്കാൽ, ശ്വാസനാളം, കശേരുക്കൾക്കിടയിലെ ഡിസ്കുകൾ എന്നീ ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. ഇപ്പോൾ തരുണാസ്ഥികൾ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് താങ്ങും ബലവും നൽകുന്ന വളരെയധികം വഴക്കമുള്ള ഭാഗങ്ങളെയാണ് തരുണാസ്ഥികൾ എന്ന് വിളിക്കുന്നത്. എല്ലുകളേക്കാൾ മൃദുവാണിവ. മനുഷ്യ ശരീരത്തിലും മറ്റു ജന്തു ശരീരത്തിലും ഇത് കാണപ്പെടുന്നുണ്ട്. പിന്നെ ഇത് പ്രധാനമായും കാണുന്നത് ചെവി, മൂക്ക്, കൈമുട്ട്, കാൽമുട്ട്, കണങ്കാൽ, ശ്വാസനാളം, കശേരുക്കൾക്കിടയിലെ ഡിസ്കുകൾ എന്നീ ഭാഗങ്ങളിൽ കാണപ്പെടുന്നു. ഇനി എന്താണ് അസ്ഥിസന്ധി? രണ്ടോ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗത്തെ അസ്ഥിസന്ധി എന്ന് പറയുന്നു. നമ്മുടെ ശരീരത്തിൽ വിവിധ തരം അസ്ഥിസന്ധികളുണ്ട്. അസ്ഥിസന്ധികൾ ചലിപ്പിക്കാൻ കഴിയുന്നവയും കഴിയാത്തവയുമുണ്ട്. അപ്പോൾ എന്താണ് അസ്ഥിസന്ധി എന്ന് വെച്ചാൽ രണ്ടോ അതിലധികമോ അസ്ഥികൾ ചേരുന്ന ഭാഗത്തെയാണ് അസ്ഥിസന്ധി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ വിവിധ സന്ധികളുണ്ട്. അസ്ഥിസന്ധികൾ ചലിപ്പിക്കാൻ കഴിയുന്നവയുണ്ട്, കഴിയാത്തവയുമുണ്ട്. ഇനി എന്താണ് വിജാഗിരി സന്ധി? കതക്, ജനൽ എന്നിവയിലെ വിജാഗിരി പോലെ കൈമുട്ടിലെയും കാൽമുട്ടിലെയും അസ്ഥികൾ ഒരു വശത്തേക്ക് മാത്രമേ ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്ന ഇത്തരം സന്ധികളാണ് വിജാഗിരി സന്ധികൾ. അപ്പോൾ ഒരു വശത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ സാധിക്കുന്ന അസ്ഥികളാണ് വിജാഗിരി സന്ധികൾ. കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്ന ഇത്തരം സന്ധികളാണ് വിജാഗിരി സന്ധികൾ എന്നറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധിയാണ് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം അഥവാ ബോൾ മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ അഥവാ സോക്കറ്റിൽ തിരിയുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അതിനാൽ ഇതിനെ ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി എന്ന് പറയുന്നു. തോള്, ഇടുപ്പ് എന്നീ ഭാഗങ്ങളിലാണ് ഈ അസ്ഥിസന്ധി കാണപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ബോക്സിൽ അത് ഫില്ല് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. സന്ധി അത് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധിയാണ്. അത് എവിടെയാണ് കാണപ്പെടുന്നതെന്ന് വെച്ചാൽ തോള്, ഇടുപ്പെല്ല് എന്നീ ഭാഗങ്ങളിൽ കാണപ്പെടുന്നു. ദെൻ അതിൻ്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യം ഉള്ളവ ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. പിവട്ട് സന്ധി. എന്താണ് പിവട്ട് സന്ധി? കഴുത്ത് മുന്നോട്ടും പിന്നോട്ടും ഇടത്തോട്ടും വലത്തോട്ടും ചലിപ്പിക്കാൻ സാധിക്കുന്നില്ലേ? എത്രമാത്രം തിരിയാൻ സാധിക്കുന്നുണ്ട്? ഇത്തരം അസ്ഥിസന്ധിയാണ് പിവട്ട് സന്ധി. പിവട്ട് സന്ധി കാണുന്ന ശരീരഭാഗം കഴുത്താണ്. അതിന് പ്രത്യേകത ഒരസ്ഥി മറ്റൊന്നിൽ മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കും തിരിയുന്നു. ഇനി എന്താണ് അസ്ഥിഭംഗം? അസ്ഥിഭംഗം എന്താണെന്ന് വെച്ചാൽ അസ്ഥിക്ക് സംഭവിക്കുന്ന പൊട്ടലിനും ഒടിവിനും അസ്ഥിഭംഗം എന്ന് പറയുന്നു. അസ്ഥിഭംഗം 3 തരത്തിൽ സംഭവിക്കാം. അസ്ഥിക്ക് പൊട്ടലോ ഒടിവോ ഉണ്ടാവുകയോ അസ്ഥികൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുകയോ ചെയ്യുന്ന അസ്ഥിഭംഗമാണ് ലഘുഭംഗം. അസ്ഥി പൊട്ടി മാംസപേശികളെ തുളച്ച് പുറത്തേക്ക് വരുന്ന അസ്ഥിഭംഗമാണ് വിഷമഭംഗം. ഇതിൽ അസ്ഥിഭംഗത്തോടൊപ്പം പുറമേക്ക് മുറിവുണ്ടായിരിക്കും. ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾക്ക് സമീപം സംഭവിക്കുന്ന വിഷമഭംഗമാണ് സങ്കീർണഭംഗം. ഇത്തരം സന്ദർഭങ്ങളിൽ അസ്ഥി ഒടിഞ്ഞ് ആന്തരാവയവങ്ങൾക്ക് ക്ഷതം സംഭവിക്കുന്നു. അപ്പം ഈ അസ്ഥിഭംഗം 3 വിധത്തിലുണ്ട്: ലഘുഭംഗം, വിഷമഭംഗം, സങ്കീർണഭംഗം. ഇതിൽ അസ്ഥിക്ക് സംഭവിക്കുന്ന പൊട്ടലിനും ഒടിവിനും അസ്ഥിഭംഗം എന്നാണ് പറയുന്നത്. ഈ അസ്ഥിഭംഗത്തെ നമ്മൾ 3ആയി തിരിക്കുന്നുണ്ട്. അസ്ഥിക്ക് പൊട്ടലോ ഒടിവോ ഉണ്ടാവുകയോ അസ്ഥിക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുകയോ ചെയ്യുന്ന ചെറിയ രീതിയിൽ സംഭവിക്കുന്ന ഡാമേജസിനെ ലഘുഭംഗമെന്നും